ഇവിടെ 12ാമത്തെ ക്വസ്റ്റ്യൻ കിടക്കാം. ഇത് ആക്ച്വലി സീക്വൻസ് ആൻഡ് സീരീസ് ചാപ്റ്റർ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്താണ് A1, A2/2, A3/2 സ്ക്വയർ എക്സെട്ര A10/2 റേസ് ബി GP ഓഫ് കോമൺ റേഷ്യോ 1/√2 അല്ലെ. ആരൊക്കെയാ? A1, A2/2, A3/2 സ്ക്വയർ എക്സെട്ര A10/2 ഇതെന്താണ്? GP ആണ്. ആ GPന്റെ കോമൺ റേഷ്യോ എന്താണ്? 1/√2 അല്ലെ. ആ GPന്റെ കോമൺ റേഷ്യോ 1/√2 ആണെങ്കിലേ ഇതേ ബൈ ഇത് 1/√2 ആവില്ലേ, അതേപോലെ ഇതേ ബൈ ഇത് 1/√2 ആവില്ലേ അല്ലെ. അവിടെ തൊട്ടടുത്ത ആൾക്കാർ ഡിവൈഡ് ചെയ്യുമ്പോഴല്ലേ കോമൺ റേഷ്യോ കിട്ടുക, അത് 1/√2 അല്ലേ. അപ്പൊ എന്താ A2/2/A1 ഇതെന്താണ്? 1/√2 അല്ലെ. അങ്ങനെ A2/A1 എന്താ? 2/√2 അല്ലേ. A2/A1 എന്താ? √2 അല്ലെ. അതേപോലെ ഇത് രണ്ട് ഡിവൈഡ് ചെയ്താലോ എന്ത് കിട്ടുക? A3/2 സ്ക്വയർ അല്ലെ ബൈ A2/2 ബൈ എന്താ? A2/2 അല്ലെ. അവിടെ ഇതേ ബൈ ഇത് അത് 1/√2 അല്ലേ. അത് 1/√2 ആകുമ്പോളേ എടാ എഗെയിൻ ഈ 2 കട്ട് ചെയ്തു അല്ലെ. ഈ 2 ഇങ്ങോട്ട് പോയി എന്തായി? A3/A2 എന്തായി? 2/√2 അല്ലേ. 2/√2 അല്ലേ. ഓക്കെ, അതെന്താണ്? √2. അതിന്റെ അർത്ഥം A2/A1 √2 ആണ്, A3/A2 എന്താണ്? √2 ആണ്. എന്താ അവിടെ A1, A2, A3 എക്സെട്ര ഒരു സീരീസ് ആണ് ആയിരിക്കും. A2/A1 √2 ആണ്, A3/A2 എന്താണ്? √2 ആണ്. അതിന്റെ അർത്ഥം A1, A2 ഒരു GP അല്ലേ. ആ GPന്റെ കോമൺ റേഷ്യോ എന്താ? √2 ആണ്. എന്താ കോമൺ റേഷ്യോ എന്താണ്? √2 ആണ്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കോമൺ റേഷ്യോ എന്താണ്? √2 ആണ്. ഓക്കെ, അപ്പൊ അത് കിട്ടി. വാട്ട് ഈസ് നെക്സ്റ്റ്? നമുക്ക് കാണാൻ പറഞ്ഞാ A1 + A2 + എക്സെട്ര A10 എന്താണ്? 60 ആണ്. A1 + A2 + എക്സെട്ര A10 ആരാ? 62 ആണ് അല്ലെ. ദെൻ വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് A1 അല്ലേ. എടാ A1, A2 എന്ന് പറഞ്ഞാൽ GP അല്ലേ. ആ GPന്റെ കോമൺ റേഷ്യോ √2 എന്ന് കിട്ടിയില്ലേ അല്ലെ. ആ GPന്റെ സം കാണുന്ന ഫോമിൽ എന്താ? A × R⁻n - 1/R-1 അല്ലേ. A എന്ന് പറഞ്ഞാൽ A1 ഇവിടെ അല്ലെ. R⁻n R√2 അല്ലേ. n എന്താ? n ഇവിടെ എന്താടാ? n 10 അല്ലേ. (10 - 1/R-1 √2 - 1 അല്ലേ. ഇതിന്റെ പേര് എന്താണ്? 62 ആണ്. അങ്ങനെയെങ്കിലേ കഴിഞ്ഞു വരാം കേട്ടോ. എങ്ങനെയാ? A × what is √2 * 10? √2 * 2 / 5 അല്ലേ. 2 / 5 32 അല്ലേ. 32 - 1 31 അല്ലേ. 31 ബൈ √2 - 1 ഇത് A1 കേട്ടോ. എത്രയാ? 62. ഇത് കണ്ട് 2 ആവൂലേ അല്ലേ. അപ്പൊ A1 ആരാ? 2 × √2 - 1 2 × √2 - 1 ഇതാണ് A1. A1 കാണാൻ ചോദിച്ചത് ഏതാ? 2 × √2 - 1 വളരെ ഈസി കിട്ടി. ഓക്കെ, ഇത് കുറച്ച് ഈസി ആയ ക്വസ്റ്റൻ ആണ്. അത്ര ഡൗട്ട് അത്ര ലെങ്തി അല്ല. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ വരുന്നത് ശ്രദ്ധിച്ചോ. ഒരു ക്വസ്റ്റ്യൻ ടഫ് ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഈസി ആയിരിക്കും. ആ ഒരു ലെവലാണ് ക്വസ്റ്റ്യൻ വരുന്നത് കേട്ടോ. അപ്പൊ എല്ലാ ടൈപ്പും അങ്ങനെ തന്നെയാണ്. അപ്പൊ ടഫ് ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യേണ്ട? സമയം കളയുന്ന അവസാനത്തേക്ക് വെക്കുക. ഈസി ക്വസ്റ്റ്യൻ ആദ്യം ചെയ്യുക. ഓക്കെ.